ലവ് ലവ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അങ്ങനെ ലണ്ടൻ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഏകദേശം നമ്മളൊരു ടൂർ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സെക്കൻഡ് ഡേ നമ്മൾ മെയിനായിട്ട് ടൂറും അതുപോലെ തന്നെ നമ്മുടെ നൈൽസ് നദിയിൽ കൂടെ ഒരു റൈഡും ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ നല്ല എനർജറ്റിക് ആയിട്ട് നമ്മളുടെ സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്. ഇനി നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ്സ് നമ്മൾ നിയർ ആയിട്ട് തന്നെയാണ് ഹോട്ടൽ സ്റ്റേ ചെയ്തിരിക്കുന്നത്. നിയർ ആയിട്ട് തന്നെയാണ് നമ്മൾ എല്ലാം തന്നെ അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിക്ടോറിയ സ്റ്റേഷൻ്റെ മുന്നിൽ കൂടെ തന്നെയാണ് നമ്മൾ വന്നിറങ്ങി. ആ സെയിം സ്റ്റേഷന് മുന്നിൽ കൂടിയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ രാവിലെ എല്ലാവരും നല്ല ബിസിയാണ്, കാരണം നല്ല വെതറുണ്ട്. അതുപോലെ തന്നെ ജോഗിങ്ങിനും അതുപോലെ വാക്കിങ്ങിനും ഒക്കെ ആയിട്ട്, മോർണിംഗ് വാക്കിങ്ങിനൊക്കെ ആയിട്ട് ആളുകൾ ബിസിയാണ്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കൂടുതലും ഈ വിസിറ്റേഴ്സ് അതുപോലെ തന്നെ ഹോളിഡേ ട്രിപ്സിനൊക്കെ വന്നേക്കുന്നത്, അതുപോലെ തന്നെ പേയിങ് ഗസ്റ്റായിട്ടൊക്കെ താമസിക്കുന്നവരാണ് കൂടുതലും. ഒരു റെസിഡൻഷ്യൽ ഏരിയ അല്ല, ഇത് ഒരു ഹോട്ടൽ ഏരിയയാണ്. അപ്പം കൂടുതലും ലണ്ടൻ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ വിക്ടോറിയ സ്റ്റേഷൻ. നമ്മൾ ഫസ്റ്റ് ഡേ വന്നപ്പോൾ ഇവിടെ വന്നാണ് ഇറങ്ങിയത്. അതുതന്നെ നമുക്ക് എന്ത് പറയുക, എല്ലാം അസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓരോ പോയിന്റ് എത്തുമ്പോഴേക്കും അതിൻ്റെ റൂട്ട് മാപ്പുകൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് നോക്കി ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പോകാം. നമ്മൾ ലണ്ടൻ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ഒരു 3 ഡേയ്സ് കൊണ്ട് എങ്ങനെ ലണ്ടൻ നമുക്ക് കവർ ചെയ്യാം, അല്ലെങ്കിൽ മെയിൻ സ്ഥലങ്ങൾ എങ്ങനെയൊക്കെ കവർ ചെയ്യാമെന്ന്. അപ്പം നമ്മൾ അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് നമ്മളൊരു സിറ്റി ടൂർ നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന്. അങ്ങനെ സിറ്റി ടൂർ എടുത്ത സമയത്ത് നമുക്ക് ഫസ്റ്റ് വന്ന കുറേ ഓപ്ഷൻസ് ആയിരുന്നു. നമ്മുടെ ഹിപ്പ് ഹോപ്പ് അതുപോലെ തന്നെ സിറ്റി സൈറ്റ് സീയിങ്. അപ്പം നമുക്ക് സെക്കൻഡ് ഡേ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ UK താമസിക്കുന്നതെങ്കിലും നമുക്ക് ലിവർപൂൾ ടു ലണ്ടന് ഒരു 5 hours ജേർണി ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും അവിടെ പോകണമെന്ന് ഇല്ല. അപ്പം അതുകൊണ്ട് പോകുന്ന ആ ഒരു ടൈമിൽ നമ്മൾ നല്ല ഒരു ക്വാളിറ്റി ടൈം, നമുക്ക് നല്ല രീതിയിൽ കുറേ സ്ഥലങ്ങൾ കാണണമെന്നും അതുപോലെ തന്നെ അതിനെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മൾ സിറ്റി സൈറ്റ് സീയിങ് ടൂർ പ്ലാൻ ചെയ്തത്. അപ്പം അതിന് ഡിഫറെൻ്റ് ആയിട്ട് ഹിപ്പ് ഹോപ്പ് അതുപോലെ തന്നെ ഹാരി പോട്ടറിൻ്റെ സ്ഥലം കാണണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ബസ്, അങ്ങനത്തെ ഗോൾഡൻ ടൂർസ്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ നമ്മൾ ലണ്ടൻ ട്രിപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒത്തിരി ഓപ്ഷൻസ് നമ്മുടെ ഓൺലൈനിലുണ്ട്. അപ്പം നമ്മൾ ഈ ഓപ്റ്റ് ചെയ്തത് മെയിനായിട്ട് നമുക്ക് ഇന്ന സ്ഥലങ്ങൾ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലും കംഫർട്ടായിട്ട് തോന്നിയത് ഒരു സിറ്റി സൈറ്റ് സീയിങ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഈ ഒരു ബസ് പോകുന്നത് റെഡ് റൂട്ട് മാപ്പിൽ കൂടിയാണ്. അപ്പോൾ നമുക്കൊരു മാപ്പും അതുപോലെ തന്നെ ഒരു ഇയർ പ്ലഗും തരും. ഈ ഇയർ പ്ലഗ് നമ്മളുടെ സൈറ്റ് സീറ്റിൻ്റെ സൈഡിൽ തന്നെ ഒരു പ്ലഗിങ് ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ പ്ലഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ പറ്റി പാസ് ചെയ്യുന്ന സ്ഥലങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും. അങ്ങനെ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ആദ്യം നമ്മൾ ബക്കിംഗ്ഹാം പാലസ്, അങ്ങനത്തെ ബിഗ് പെന്ന് ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയേണ്ടതില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ഇപ്പോൾ പോകുന്നത് ഹൈഡ പാർക്കിൻ്റെ സൈഡിൽ കൂടിയാണ്. ഹൈഡ പാർക്ക് എന്ന് പറയുന്നത് നമ്മളൊക്കെ ചെറുപ്പമായിരുന്നപ്പോൾ ഡയാന രാജകുമാരിയെ പറ്റിയാണ് കൂടുതലും അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയാന രാജകുമാരിയുടെ ജീവിതത്തിൻ്റെ കുറച്ച് ജീവിതം തന്നെയാണ് ഒരു മെമ്മോറിയൽ ഫൗണ്ടെയിനായിട്ടാണ് ഈ ഹൈഡ പാർക്കിൽ സ്ഥിതി ചെയ്യുന്നത്. ഒത്തിരി വോക്ക് ചെയ്ത് കാണാൻ മാത്രമുള്ള പ്ലേസാണ്. പിന്നെ നമ്മൾ കണ്ടത് ലെറ്റോ കഫേയാണ്. ഫേമസ് ആയിട്ടുള്ള വൈറലായിട്ടുള്ള മിൽക്ക് കേക്ക് കിട്ടുന്ന ആലിയ ഭട്ടിൻ്റെ ഫേമസ് കഫേ ഇൻ ലണ്ടൻ. ഇവിടെ കൂടുതലും ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ് കൂടുതലും. അങ്ങനെ നമ്മൾ പിക്കാഡില്ലി സർക്കസിൻ്റെ ഫ്രണ്ടിലാണ്. പിക്കാഡില്ലി സർക്കസ് കൂടുതലും അറിയപ്പെടുന്നത് നമ്മുടെ അഡ്വർടൈസിങ് സ്ക്രീൻ ഉണ്ടല്ലോ, ന്യൂയോർക്ക് ടൈംസ് സിറ്റിയിലെ, അതേപോലെ തന്നെ ലണ്ടനിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് സ്ക്രീൻ സ്പേസ് ഉള്ള പ്ലേസാണ് ഈ പിക്കാഡില്ലി സർക്കസ്. അതിൻ്റെ തൊട്ടടുത്താണ് ലെസ്റ്റർ സ്ക്വയർ, അതുപോലെ തന്നെ ട്രാഫാൽഗർ സ്ക്വയർ. മെയിനായിട്ടും ഫേമസ് ആയിട്ടുള്ള സ്ക്വയേഴ്സാണ് ലണ്ടനിലുള്ള. അതുപോലെ തന്നെ കാനഡ ഇമിഗ്രേഷൻ്റെ ഒരു ബിൽഡിങ്സും ഒക്കെ ഇവിടെയുണ്ട്. അവിടെ ഓരോ രാജ്യങ്ങളുടെ, ഈവൻ ഇന്ത്യയുടെ പോലും ഇമിഗ്രേഷൻ്റെ എംബസി പോലെയുള്ള മെയിൻ പ്ലേസസൊക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ നമ്മൾ നേരെ മാപ്പ് നോക്കി നേരെ നമ്മൾ ചെല്ലുന്നത് ട്രാഫാൽഗർ സ്ക്വയറിലോട്ടാണ്. മെയിനായിട്ട് നമ്മുടെ UKയിലെ ഫേമസ് സ്ക്വയറിൽ ഒന്നാണ്. അവിടെ നമ്മുടെ നെൽസൺ കോളൻസിൻ്റെ ടോളായിട്ടുള്ള ഒരു
സ്റ്റാച്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഫൗണ്ടെയിൻസ് ഉണ്ട്. അങ്ങനെ കാഴ്ചകളൊക്കെ വളരെ നല്ലൊരു കാലാവസ്ഥ കിട്ടിയതുകൊണ്ട് നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ കണ്ട്. ഇതാണ് മറ്റേ മെയിനായിട്ടുള്ള നെൽസൺ കൊളംബ്സിൻ്റെ സ്റ്റാച്യു. ട്രഫൽസ്കർ സ്ക്വയർ അറിയപ്പെടുന്നത് വെസ്റ്റ് മിനറിൻ്റെയും അതുപോലെ സെൻട്രൽ ലണ്ടൻ്റെ പബ്ലിക് സ്ക്വയർ ആയിട്ടാണ്. കൂടുതലും ഇത് കമ്മ്യൂണിറ്റി ഗാദറിങ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഡെമോൺസ്ട്രേഷൻ അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നാഷണൽ ഗാലറി. അവിടുന്ന് നമുക്കൊരു റൗണ്ട് അബൌട്ട് എടുത്ത് കഴിയുമ്പോൾ തന്നെയാണ് ബിഗ് ബെന്നും അതുപോലെ തന്നെ ലണ്ടൻ ഐയും ബക്കിംഗ്ഹാം പാലസും എല്ലാം ഒരേ പ്ലേസിൽ തന്നെയാണ്. ബട്ട് നമുക്കിങ്ങനെ ട്രാഫിക് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ലണ്ടനിൽ എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത് ഈ കെട്ടിടങ്ങളുടെ ഈ ബിൽഡിങ്സിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചേഴ്സാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, അത് എത്ര ലോങ് സ്റ്റേ ചെയ്തിരിക്കുന്നു, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുമ്പോൾ ആ ഹിസ്റ്ററീസ് അറിയുമ്പോൾ വളരെ കൗതുകം തോന്നും. അങ്ങനെ നമ്മൾ വെസ്റ്റ് മിനർ അബേ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി സെൻറ്റ് പോൾസ് കത്തീഡ്രൽ റൂട്ടാണ് പോകുന്നത്. അങ്ങനെ തന്നെ സെൻറ്റ് ജെയിംസ് പാർക്കും ബക്കിംഗ്ഹാം പാലസിൻ്റെ ബാക്ക് സൈഡും എല്ലാം ഈ ഒരു കോർണർ നമുക്ക് കാണാൻ പറ്റും. അവിടുന്ന് നമ്മൾ ലണ്ടൻ ഐയും ബിഗ് ബെന്നൊക്കെ കടന്ന് അടുത്ത സ്പോട്ടിലാണ് പോകുന്നത്. ഈ ഒരു ബസ് നമുക്ക് ഇതുപോലെയുള്ള മെയിൻ ആയിട്ടുള്ള ഫേമസ് പ്ലേസ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി നെക്സ്റ്റ് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് അവിടെയൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ബസ് ക്യാച്ച് ചെയ്യാവുന്നതാണ്. ഇതാണ് സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ. ലണ്ടൻ ഐയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഹോസ്പിറ്റലാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ലണ്ടനിലെ ആദ്യത്തെ ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മൾ നേഴ്സ് ആയതുകൊണ്ട് നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി പ്രൗഡാണല്ലോ. ഫ്ലോറൻസ് നൈറ്റിംഗേലിൽ വർക്ക് ചെയ്ത സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഇതേ കാണുന്നതാണ് നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ്, ടവർ ഓഫ് ലണ്ടൻ. ഇതൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ നമ്മൾ കറങ്ങി നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മുന്നിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്. ആ ടോപ്പിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്. ഒരു സണ്ണി ടൈമിൽ ഇതുപോലെ വന്ന് കാണാൻ പറ്റുമെന്നൊന്നും നമ്മൾ കരുതല്ല. എനിവേ താങ്ക് ഗോഡ്, നമ്മളിങ്ങനെ അൺഎക്സ്പെക്റ്റഡായി പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ. അങ്ങനെ നമ്മൾ ഒരു ക്രൂസ് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു നമ്മുടെ ഈ സിറ്റി സൈറ്റ് സീയിങ്ങിൻ്റെ അതിൻ്റെ ഒരു പാർട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെറിയ ക്രൂസ് ട്രിപ്പിനാണ്. The gateway to London, the famous Tower Road Bridge. To our left-hand side, the castle, the Tower of London. The oldest part to the Tower of London, the 4 raised towers in the middle there. The Norman Keep, or the White Tower. Built during the reign of William the Conqueror back in 1078. The surrounding buildings, these were added to by various kings and queens, reigning monarchs over the years. It's been many things in its time. It's been a royal zoo, a fortress, a royal mint, most famously known as a place of imprisonment and execution. We turn the boat, ladies and gents. Ahead of us, the famous gateway to London. This is Tower Road Bridge. Unique. It's one of a kind. It's part suspension and parts bascule. The bascules are the 2 centre spans. The lower 2 spans of this bridge, they are known as bascules. They separate and open like a drawbridge. The only other best picture you can obtain other than Tower Bridge being open is if there is a red double-decker bus in the middle of that bridge. And that is a £5 picture postcard in any tourist shop. And we try and time it every day for that. You've basically got 3 iconic sites there, ladies and gents, to your right. That's Tower Bridge, there's a red double-decker bus, and there was a traffic jam. You couldn't write this script up, could you? You couldn't make it up, really. Tower Bridge, designed by a gentleman called Sir John Wolfe Barry. It was opened back in 1894. It's not as old as it appears. It was designed in this way. The very first railway crossing on the River Thames, designed by Isambard Kingdom Brunel. They removed the top, it became too unsafe for modern day trains. They will not remove those columns for fear of disturbing the supports, the foundations of these other 2 bridges.
And this last bridge is the Blackfriars Road Bridge. And they get their name, the Blackfriars Bridges, from the old Dominican monastery. The monks in the monastery, they used to wear black habits. The construction work to your right. Behind the cranes and the barges, the grey building with a green sloping roof is the old City of London School for Boys. Educated within the school many of this country's leading statesmen, including Sir Winston Churchill before he went to Harrow and Lord Asquith. On the front of the building, the four stand to Beckton in East London, an overflow for the old Victorian sewer system that runs along the River Wall to your right hand side. Designed by Joseph Bazalgette years ago. See on left, a red brick building, ladies and gents. The landmark is the tower on the roof. In the windows of the tower, it spells out the word OXO, O-X-O. The OXO Tower is owned by the Vestry family. Now they invented the famous OXO gravy granule cube. The school said to be over 3,500 years old, given to this country by a thankful Egyptian government for Nelson's victory over Napoleon at the Battle of the River Nile. I do say given very loosely. A lot of Egyptians and historians tell me we actually stole that needle. I say to a wartime head office for Sir Winston Churchill during the Second World War, this is now part of the 5-star Royal Horse Guards Hotel. So that's another hotel to your right hand side, Whitehall Court Mansions. Most people start looking at the London Eye, the Ferrius wheel to your left hand side. But there's another building to your right, the one with the 4 green raised roofs, and that's our Ministry of Defence, the offices for the Army, Navy and our Royal Air Force. And quite fittingly, on the embankment wall, ladies and gents, the Golden Eagle is the RAF War Memorial. But most people do look at the London Eye to your left hand side, the Ferrius wheel, 450 feet tall. There are 32 captures surrounding our city. There are 32 areas or boroughs known as Greater London. When you're 450 feet right at the very top of the London Eye, on a clear day you should see all 32 boroughs, and that's why they named it the London Eye. It was built on barges and pontoons, and it was raised in the year 2000. That's London's most visited tourist attraction. And you can see what Martin's doing, ladies and gents. He's turning the boat round to our left. So on your right hand side here, there's a lovely photograph and a lovely picture of the Palace of Westminster. Now this is a palace, the sandy colour building, better referred to as the Houses of Parliament, and that's the seat to our British government. There are 2 main towers on the Parliament building. In the distance, the square tower flying the Union flag. That's called the Victoria Tower, named after Queen Victoria, who opened the building back in 1852. The smaller tower with the clock face, most of us will recognise this and call this Big Ben. But that is the Elizabeth Tower. It was once known as the St Stephen's Clock and Tower. It was renamed back in 2000. അവിടെ നമ്മൾ ഏകദേശം ഒരു 2 o'clock ആയ സമയത്ത് നമുക്ക് 2 o'clockനാണ് നമുക്ക് വാക്സ് മ്യൂസിയത്തിലുള്ള ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അവിടെ നമുക്കൊരു 20 minutes വാക്കിംഗ് ഉണ്ടായിരുന്നു. സിറ്റി സൈസിങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് 20 minutes, ഒരു സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് 20 minutes, ഏകദേശം 20 minutesോളം വാക്ക് ചെയ്യണം. അല്ലാതെ ഹിപ്പ് ഹോപ്പ് ബസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു 5 minutes ഉള്ളൂ. ആ ഒരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് ഇച്ചിരി ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നിയുള്ളൂ. നമ്മൾ നോക്കാത്തതിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ വാക്സ് മ്യൂസിയം കാണാൻ പോവുകയാണ്. ഒത്തിരി ഫേമസ് ആയിട്ടുള്ളതാണ് ഈ ഒരു വാക്സ് മ്യൂസിയം. ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കണ്ടാലോ.
2016, but can he do it again? Oh, here comes another familiar face. Tom Hardy, true born of Red Londoner, is now closing the photo. ഈ മോളി കൊണ്ട് നിർത്തിയതിനെ ഇതിനെ നമ്മുടെ ആൾക്കാരാ. രൺവീർ സിംഗ് ജോയിൻ കിങ് ഓഫ് ദ ഡേ. Let's dance. ചെയ്യണോ ഇനി കൈ മുക്കി വാക്സ് എന്റെ വോട്ട് ചെയ്യാൻ പറഞ്ഞ അമിതാഭ് ബച്ചന്റെ ദിവ്യ പതുക്കൊണ്ടൊക്കെ ഉണ്ട്. അമിതാഭ് ബച്ചന്റെ സെക്യൂരിറ്റി ഗാർഡ് ഇതൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയതാട്ടോ.
ഇരിക്കുന്ന Well, I'm 12. Joking. Joking, 13. Yes. I heard what you said about me. ശവങ്ങളാ. Hold the neighbour as stranger. You're Lucy. That's it. I like to eat Have you seen anything suspicious? No. Let me know. Well, this is Ed G. This is Ed G. In today's news, police are searching for another man. അപ്പച്ചൻ പഠിപ്പിക്കാൻ രണ്ടു കിട്ടീനെ. Next thing I do, I'll clip the lady's ears off. I'll keep my word. I'll see you ripped up. ചിലപ്പോൾ ഇതൊന്നും ഇടാൻ സമ്മതിക്കത്തില്ല യൂട്യൂബ്.
Please ensure you have your 3D glasses with you guys. If we are filming, please do not have flash on your camera. Guys, I think we can do so much better than that. I'm going to count down, and on 3, you need to scream as loud as you can, okay? 1, 2, 3! Details uncanny, even if they did not use actual vibranium. I gotta say, I gotta prefer muted Iron Man over here. Oh, I'm so excited to see our new figure, Scott. Me too. I just wish some of the other Avengers were here. True. It is too bad Cap, Hulk, Thor, and Iron Man were all needed to deal with the Mole Man and his minions. Ah, you've made it. We're so happy you're here. If you'll please make your way through that door, the audience is waiting in the theater. After you, guests of honor. This is it. Our big reveal. Big is the word I'd use for either of you. Loki. 3D ക്ലാസ് വെച്ച് നമ്മൾ മാർവലിൻ്റെ കുറച്ച് ഷോട്ടൊക്കെ കണ്ടതിന് ശേഷം നേരെ നല്ല മഴയുടെ ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരെ റൂമിലോട്ട് പോന്നു. അവിടുന്ന് ട്രാഫാൽ സ്ക്വയറിൽ വന്ന് അവിടെ നിന്നായിരുന്നു നമ്മൾക്ക് ഒരു 15 മിനിറ്റ്സ് വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വന്ന് ഓൾറെഡി മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നു. രാവിലെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഒരു ഉച്ച കഴിഞ്ഞ് ഒരു ഈവനിങ് 3 o'clock ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് തുടങ്ങിയത്. അവിടെ തന്നെ നമ്മൾ നേരെ സെക്കൻഡ് ഡേ വൈകിട്ട് പകാറായി. നമ്മൾ ഇന്നും ചിക്കൻ ബിരിയാണിയാണ് മേടിച്ചിരിക്കുന്നത്. പാഴ്സലാണ് വാങ്ങിച്ചേക്കുന്നത്. നമുക്ക് ടേക്ക് അവേ ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പം നമുക്കിനി വീട്ടിൽ പോയി റൂമിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. നാളെ ഇനി സെൻറ്റ് പോൾസ് കത്തീഡ്രലും പിന്നെ സീ ലൈഫും കാണാനുണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ച് ലിവർപൂളിലോട്ട് നല്ലൊരു 7:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെയും ലിവർപൂളിലോട്ട് പോകും. അങ്ങനെ ഒരു 3 ദിവസത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ജോബ്, ഡ്യൂട്ടി അങ്ങനെയൊക്കെ. പിന്നെ ഹോളി വീക്കൊക്കെ അല്ലേ വരുന്നത്.